ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. ഇതുവരെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായും പോയി കാണുക. ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, 2/3 ഓഫ് ദ എർത്ത് വി ലീവ് ഇൻ ആർ ഓഷ്യൻസ്. നാം വസിക്കുന്ന ഭൂമിയിൽ 2/3 ഭാഗവും എന്താണ്? ഓഷ്യൻസ് ആണ് ഉള്ളത്. ദോ നോ ബൈ മെനി നെയിംസ് ദേ ആർ ഓൾ കണക്റ്റഡ്. എന്താണ്? പല പേരുകളിലും അറിയപ്പെടുന്നുവെങ്കിലും അതെല്ലാം എന്താണ്? ഓരോ ഓഷ്യൻസും എല്ലാ ഓഷ്യൻസും ഒരേപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ദ റെസ്റ്റ് ഓഫ് ദ എർത്ത് എക്സ്ക്ലൂഡിങ് ഓഷ്യൻ ഈസ് ദ ലാൻഡ്. പക്ഷെ ഓഷ്യൻസ് അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും എന്താണ്? ലാൻഡാണ്, ഭൂമിയാണ്, അല്ലെ, കരഭാഗമാണ്, അല്ലെ. ബാക്കിയെല്ലാം കരഭാഗങ്ങളാണ്. ലൈക്ക് ഓഷ്യൻസ് ആർ ദ ലാൻഡ് ഏരിയാസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഈ ഓഷ്യൻസിനെ പോലെ തന്നെ ഈ ലാൻഡ് ഏരിയാസ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണോ കിടക്കുന്നത്? ആണോ? അല്ല. ഓരോ ലാൻഡ് ഏരിയാസും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ചിലത് കണക്ട് ചെയ്തിട്ടുണ്ട്, ചിലത് കണക്ട് ചെയ്തിട്ടില്ല. ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെന്റ്സ്, മീനിങ് പീസ് ഓഫ് ലാൻഡ്. എന്താണ്? വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെയാണ് നമ്മൾ കരയുടെ കഷ്ണങ്ങൾ അഥവാ പീസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. ഇത് എന്തർത്ഥത്തിലാണ്? കോണ്ടിനെന്റ് എന്ന അർത്ഥത്തിലാണ് പീസ് ഓഫ് ലാൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. എ കോണ്ടിനെന്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് കണ്ടെയ്നിങ് ഡിഫറെന്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. വി ക്യാൻ സീ മെനി ലാൻഡ് ഫോംസ് ലൈക്ക് ടോൾ മൗണ്ടെയിൻസ്, expansive plains, vast desert, plateaus, etc. എന്താണ് ഈ ഓരോ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണുള്ളത്, അല്ലേ. എല്ലാം ഒരേപോലെയാണ്? അല്ല. ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഒരേ രീതിയിലുള്ള ഓരോ സ്ഥലമല്ല കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ list the different continents by observing the map given and globe. Find the continent in which our country is located. നമ്മളുടെ അടുത്ത് ഏതൊക്കെ കോണ്ടിനെന്റ്സ് ആണുള്ളതെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ കോണ്ടിനെന്റ്സ്? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഒന്നും കൂടെ പറയാം. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. Then find the continent in which our country is located. നമ്മുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഏഷ്യ എന്ന കോണ്ടിനെന്റിലാണ്. ഓക്കെ, ഏഷ്യ കോണ്ടിനെന്റിലാണ്. ഇനി അടുത്തത് സബ് കോണ്ടിനെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഉപഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിച്ച് ഡൈവേഴ്സ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ് ആസ് ഇൻ കോണ്ടിനെന്റ്. അഥവാ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള ഒരു വിശാലമായിട്ടുള്ള ഭൂഖണ്ഡമാണ് ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ദ പാമീർ പ്ലാറ്റു ജിയോഗ്രഫിക്കലി സെപ്പറേറ്റ്സ് ദ സദേൺ പാർട്ട് ഓഫ് ഏഷ്യ കോണ്ടിനെന്റ് ഫ്രം ദ അതർ പാർട്സ്. അഥവാ പാമീർ പ്ലാറ്റ്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേർതിരിക്കുന്നത്. The topography of Indian subcontinent consists of high mountains peak, vast plains, desert regions, plateaus formed of hard rocks, coastal plains and island. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഓരോ പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് ഓരോ സബ് കോണ്ടിനെന്റ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്, അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഉന്നതമായ പർവ്വത ശിഖരങ്ങളും വിശാലമായ സമതലങ്ങളും മരുഭൂമി പ്രദേശങ്ങളും അതുപോലെ തന്നെ ഹാർഡ് റോക്സ്, വളരെ കാഠിന്യമേറിയ റോക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ, തീര സമതലങ്ങൾ, പ്ലാറ്റ്യൂസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഇനി ദ പാമീർ നോട്ട് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്. ഈ പാമീർ നോട്ടിനെ, ഈ പാമീർ പീഠഭൂമിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ടിയാൻ ഷാൻ. എന്താണ് ഇത്? ടിയാൻ ഷാൻ അതുപോലെ തന്നെ കാരക്കോറം, കുൻലും, ഹിന്ദുക്കുഷി, ഈ മൗണ്ടെയിൻ റീജിയൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ അതിൻ്റെയൊക്കെ ഒരു
എന്താ പറയുക ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു പാമീർ നോട്ടിലാണ്. ഓക്കെ, ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് ബോർഡേഡ് ബൈ ദ ഹിമാലയൻസ് ഓൺ ദ നോർത്ത്. നോർത്തിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ നോർത്ത് എന്ന് പറയുന്നത് ഹിമാലയയും ദ ആരക്കാൻ റേഞ്ച് ഓൺ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ആരക്കാൻ റേഞ്ചും അതുപോലെ ഹിന്ദുക്കുഷ് റേഞ്ച് ഓൺ ദ വെസ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കുഷ് റേഞ്ചും. ദ സദേൺ ബൗണ്ടറി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് ദ ഇന്ത്യൻ ഓഷ്യൻ ആണ് അതിന്റെ സദേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. എന്താണ് ഒരു കൺട്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ആകെ ഒരു ഓഷ്യനേ ഉള്ളൂ, അതാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. ദെൻ ഐഡന്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ബിലോങ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഫ്രം ദ ഗിവൺ മാപ്പ്. മാപ്പ് നോക്കിയിട്ട് നിങ്ങളിൽ ഏതൊക്കെയാണ് ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റ് എന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷം നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക പറയാം. അപ്പൊ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് വൻകുടൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ ആ ഒരു പോഷകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗത്തുള്ള പർവ്വതനിരകൾ ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ഈ ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഏതൊക്കെയാണ് ഈ പുറന്തള്ള പ്രക്രിയയാണ് മലവിസർജനം, ഹിന്ദുക്കുഷിന്റെ അതുപോലെ പോഷണത്തിന്റെ അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ അതിലെ ഓരോ ഘടകങ്ങളും മാറുന്നതും ഓരോന്ന് ശരീരം അബ്സോർബ് ചെയ്യുന്നതും അത് നമ്മൾ മനസ്സിലാക്കുക. ഹിന്ദുക്കുഷ് മൗണ്ടൻ ആണ് പാകിസ്ഥാൻ പോഷണത്തിന്റെ ഹിമാലയൻ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറയുന്നത്. ആഹാരം സ്വീകരിക്കൽ പിന്നെന്താണ് മോസ്റ്റ് ഓഫ് ദ നടക്കുന്നത് ദഹനമാണ്. ദഹനം നടക്കുന്നു, അത് കഴിഞ്ഞാൽ ആഗിരണം നടക്കുന്നു, അത് കഴിഞ്ഞാൽ സ്വാംശീകരണം നടക്കുന്നു, അത് കഴിഞ്ഞാൽ വിസർജനം നടക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആഹാരം സ്വീകരിക്കൽ, ദഹനം, ആഗിരണം, നമ്മുടെ സ്വാംശീകരണം. ഹിമാലയൻ പർവ്വത നിരകൾക്ക് സൗത്ത് ആയിട്ടുള്ള ഭാഗങ്ങളിൽ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ സമതല പ്രദേശങ്ങളാണ്. സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും അപ്പൊ ഇവിടെ ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തരാം. എ എന്ന് പറയുന്നത് എന്താണ്? വായയാണ്. എ വായ. ബി എന്ന് പറയുന്നത് അന്നനാളം. സി എന്ന് പറയുന്നത് ആമാശയം. ഡി എന്ന് പറയുന്നത് ചെറുകുടല്. ഇ എന്ന് പറയുന്നത് വൻകുടല്. എഫ് എന്ന് പറയുന്നത് മലാശയം. ഇനി ഇവിടെ ഓരോന്നിന്റെയും ധർമ്മം എന്താണെന്ന് കൂടെ നോക്കാം. എ വായയാണ്. വായയിൽ ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. ഉമിനീരുമായി കലരുന്നു. പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചരക്കപ്പെടുന്നു. ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ്. ഇനി ബി ആയ അന്നനാളം. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ചവച്ചരക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ അതുകൊണ്ട് തന്നെ ഭയങ്കര. സി എന്ന് പറയുന്നത് ആമാശയമാണ്. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് ചെറുകുടലാണ്. പോഷകഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. ചെറുകുടയിലെ വില്ലസുകൾ വഴിയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകഘടകങ്ങളുടെ ഒരു ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് വൻകുടലാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. അടുത്തത് എഫ് എന്ന് പറയുന്നത് മലാശയമാണ്. മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ ഇതാണ് ഇതിലെ ഓരോ ഭാഗങ്ങളും അവയുടെ ധർമ്മവും എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പോഷണം മറ്റു ജീവികളിലാണ്. The Thar Desert is the arid land that stretches northwest of the peninsular plateau across India and Pakistan. അടുത്തത് താർ ഡെസേർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. താർ ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, മരുഭൂമിയാണ് അല്ലേ. ഇത് എവിടെയാണ്? നമ്മുടെ നോർത്ത് വെസ്റ്റിലാണ് കാണപ്പെടുന്നത്. പെനിൻസുലർ പ്ലാറ്റുവിൻ്റെ നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും അക്രോസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു താർ ഡെസേർട്ട് ഉള്ളത്. ഇൻ ദിസ് പാർഷ്യലി റെയിൻഫോൾ റീജിയൻ ദ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻക്ലൂഡ്സ് കാക്ടി ആൻഡ് ശ്രബ്സ്. ഇവിടെ എന്താണ്, റെയിൻ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്നത് കുറച്ച് കുറ്റിച്ചെടികളും അതുപോലെ തന്നെ കാക്ടി ഇതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ മാപ്പ് നിങ്ങളുടെ അടുത്ത് ഒബ്സർവ് ചെയ്തിട്ട് എവിടെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ദെൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റൽ ഹാസ് എ ലോങ് കോസ്റ്റൽ
അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ ഒരു കോസ്റ്റൽ റീജിയനും നമുക്കുണ്ട്. ദ ഐലൻഡ് നേഷൻ ഓഫ് മാലദ്വീപ്സ് ആൻഡ് ശ്രീലങ്ക ആൻഡ് സ്മോളർ ഐലൻഡ് ഗ്രൂപ്പ് സച്ച് ആസ് ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ എക്സെട്ര ആർ ദ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പാർട്ടായിട്ടുള്ള അടുത്തതെന്ന് പറയുന്നത് മാലദ്വീപ്സ്, ശ്രീലങ്ക എന്ന് പറയുന്ന ഐലൻഡ് നേഷൻസും അതുപോലെ തന്നെ ഐലൻഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ്. ഓക്കെ, then compare the picture and identify the life of the people in the land forms concerned. ഇവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനാണ്. ഇവിടെ ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഫിഗർ 1 എന്ന് പറയുന്നത് അരിഡ് ലാൻഡും ഫിഗർ 2 എന്ന് പറയുന്നത് കോസ്റ്റ് ലൈനുമാണ്. ഓക്കെ, then the Indian subcontinent has a unique climate condition. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. Although there exists region variation, the climate of the Indian subcontinent is generally known as monsoon climate. നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥയിൽ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വൈവിധ്യങ്ങളിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. The word monsoon is derived from the Arabic word mausim which means seasons. അഥവാ ഈ മൺസൂൺ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് അറബിക് വേർഡ് ആയിട്ടുള്ള മൗസിം എന്നുള്ളതിൽ നിന്നാണ്. മൗസിം എന്ന് പറഞ്ഞാൽ സീസൺസ് എന്നാണ് അർത്ഥം. മൺസൂൺ മീൻസ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ക്ലൈമറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഒരു മൺസൂൺ വിൻഡ് തന്നെയാണ്. ദിസ് വിൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ സീസൺസ്. സീസൺസ് അനുസരിച്ച് ഈ ഒരു വിൻഡിൽ വളരെയധികം ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. The work of Arab traveler and writer Al-Masudi mentioned about monsoon winds that change direction according to seasons. അഥവാ അറബ് ട്രാവലർ ആയിട്ടുള്ള അൽമസൂദി പറയുന്നത് ഈ മൺസൂണിന്റെ വിൻഡിന്റെ ചേഞ്ചസ് ആണ് എന്താണ് സീസൺസിനെ തീരുമാനിക്കുന്നത്. ഏത് സീസൺസ് ആണെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു മൺസൂൺ വിൻഡ് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ during summer solstice when the position of the sun is over the subcontinent, the air over the lands gets heated and rises. എന്താണ് സംഭവിക്കുന്നത്? സൂര്യൻ്റെ ഒരു പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല കരഭാഗത്ത് എന്താണ് ഒരു എയർ ഭയങ്കര ഹീറ്റായിരിക്കും, അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. Then this moisture laden wind from the ocean blows towards the land and it's rain in many parts of the subcontinent. അതുമാത്രമല്ല ഇത് ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റിൽ പലയിടത്തേക്കും പോകുകയും അവിടെ കാറ്റ് വീശുകയും മഴ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ദ മെയ് ആൻഡ് ജൂൺ ദ സൗത്ത് വെസ്റ്റ്ലി വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോസസ് എ വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ. ഈ ഒരു വിൻഡിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മെയ് ജൂൺ മാസങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഉയരുകയും എന്ത് ചെയ്യും? അത് നല്ല മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഡ്യൂറിംഗ് ദ വിന്റർ സോൾസ്റ്റാഡ് വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ ദ എയർ ഓവർ ദ സീ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് ആൻഡ് ദ വിൻഡ് ബ്ലോസ് ഹിയർ ഫ്രം ദ നോർത്ത്. അത് മാത്രമല്ല ഇവിടെ വിന്റർ ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാവുകയും അവിടെ സമുദ്രോപരിതലത്തിൽ നിന്ന് വായു ചൂട് പിടിച്ച് ഉയരുകയും ഇവിടേക്ക് നമ്മുടെ ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ as the wind blowing from the northeast of the southeast during the September and October are generally dry. ഈ ഒരു വിൻഡിന്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് സെപ്റ്റംബർ മന്തിൽ വളരെയധികം വരണ്ട ഒരു കാലാവസ്ഥയിലേക്ക് നയിക്കുകയും the amount of rainfall will be less. റെയിൻ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. But the absorption of the water vapor from the Bay of Bengal leads to widespread rainfall over the eastern coast of peninsula. അതുമാത്രമല്ല ഈ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഈ ഒരു വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യുകയും അത് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ആ ഒരു ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് പെനിൻസുലയിലേക്ക് നല്ല ഒരു റെയിൻഫോൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. Don't you understand that the Indian sub-oceans does not receive the same amount of rainfall everywhere? അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ എല്ലായിടത്തും ഒരേ രീതിയിലല്ല മഴ പെയ്യുന്നത് അല്ലേ, പല രീതിയിലാണ്. കാരണം എന്താണ്? ഈ ഒരു മൂവ്മെന്റിന്റെ ഇതനുസരിച്ചിട്ട് ഓരോ ഭാഗത്ത്
ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും റെയിൻഫോൾ ലഭിക്കുന്നത്. ലെറ്റ്സ് സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് എൻ ഏരിയ. ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അവിടുത്തെ ലാറ്റിറ്റ്യൂഡ്, അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഫിസിയോഗ്രഫി, അപ്രോക്സിമേറ്റ്ലി ടു ഓഷ്യൻ, വിൻഡ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു പ്രദേശത്ത് അവിടുത്തെ ക്ലൈമറ്റ് എത്രത്തോളം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നത് ഈ ഒരു ഫാക്ടേഴ്സിനെ അനുസരിച്ചിരിക്കും. ദ ക്ലൈമറ്റിക് എക്സ്പീരിയൻസ് ആർ ഡിഫറെൻറ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്. ദ northern part of the Tropic of Cancer experiences temperature climate while the southern part has tropical climate. എന്താണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്? ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ലാറ്റിറ്റ്യൂഡാണ്, അതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലൂടെ കടന്നു പോകുന്നത്. അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഓരോ ഭാഗത്തും, അഥവാ നോർത്തിലുള്ളതായിരിക്കില്ല സൗത്തിലുള്ളത്, സൗത്തിലുള്ളതായിരിക്കില്ല വെസ്റ്റിലുള്ളത്, ഓരോ ഭാഗത്തെയും ടെമ്പറേച്ചറും ഓരോ ഭാഗത്തെയും ക്ലൈമറ്റും എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ വിൻ്റർ ആൻഡ് സമ്മർ സീസൺ ഈ ട്രോപ്പിക് റീജിയൻ ഈസ് ജനറലി മോഡറേറ്റ്. എന്താണ് ഈ ഒരു ശൈത്യകാലത്തും വിൻ്റർ സീസണിലും സമ്മർ സീസണിലും എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പൊതുവെ ഒരു മിതമായിട്ടുള്ള രീതിയിലായിരിക്കും. ബട്ട് ദി ഡിഫറൻസ് ഈസ് ജനറലി ഗ്രേറ്റർ ഇൻ ദ ടെമ്പറേച്ചർ റീജിയൻസ്. പക്ഷേ ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. റീഡ് എ ഫ്യൂ സെൻറ്റൻസ് ഓഫ് ദ ലെറ്റർ റിട്ടൺ ബൈ ദിയ, സ്റ്റുഡൻറ് ഓഫ് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മൂന്നാർ, ടു ഹെർ സിസ്റ്റർ ഇൻ തിരുവനന്തപുരം. ഇവിടെ എന്താണ്? മൂന്നാർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്തെ തൻ്റെ വീട്ടിലേക്ക് എഴുതിയ ഒരു കത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് കൂട്ടുകാർ വായിച്ചു നോക്കുക. എന്താണ്? ഒരു ക്ലൈമറ്റ് ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത്. കൂട്ടുകാർ വായിച്ചു നോക്കുക കേട്ടോ. ദെൻ Have you ever thought by places like മൂന്നാർ ആൻഡ് ഊട്ടി എക്സ്പീരിയൻസ് കോൾഡ് ക്ലൈമറ്റ്? എന്താണ് നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് മൂന്നാർ ഊട്ടി എന്ന പ്രദേശങ്ങളിലൊക്കെ വളരെ കോൾഡ് തോന്നാനുള്ള കാരണം എന്താണ്? ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി സ്റ്റഡീഡ് അബൌട്ട് ദ നോർമൽ ലാപ്സ് റേറ്റ്. നമ്മൾ എന്ത് പഠിച്ചു? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നമുക്കറിയാം? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണുള്ളത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഊട്ടി മൂന്നാർ എന്നൊക്കെ പറയുന്നത് ഹൈ റീജിയൻ ആണ്. അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഉയരം കൂടുന്തോറും നമുക്ക് ഈ ഒരു താപനില കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കോൾഡ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ഫിസിയോഗ്രഫി ഈസ് ആൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. എന്താണ് അടുത്തതെന്ന് പറയുന്നത്? കാലാവസ്ഥയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലേ. അത് ഒരു പ്രദേശത്തെ ഫിസിയോഗ്രഫി അനുസരിച്ചിരിക്കും അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദ മൗണ്ടെയ്ൻസ് ലൊക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദെയർ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫോൾ. എന്താണ് ആ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശക്ക് അഭിമുഖമായിട്ട് എന്താണ് ഏത് മൗണ്ടെയിനാണ് നിൽക്കുന്നത് അത് ആ കാറ്റിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മഴ ലഭിക്കും, മഴ കൂടുതൽ ലഭിക്കാനുള്ള കാരണമുണ്ടാകും. കേരള ലൊക്കേറ്റഡ് ഇൻ the western slopes of the Western Ghats receive heavy rainfall while Tamil Nadu located in the eastern slopes get low rainfall. Have you understood the reason now? Such regions with low rainfall are generally known as rain shadow regions. അഥവാ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ഗാഡ്സിൻ്റെ സ്ലോപ്പിലാണ് ഉള്ളത്. ഓക്കെ, അഥവാ നമുക്ക് ഇവിടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ വെസ്റ്റേൺ. അപ്പോൾ കാറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഇതെന്താ ചെയ്യുന്നത്? അത് നമ്മുടെ കാറ്റിനെ തടഞ്ഞു നിർത്തുകയും അവിടെയാണ് മഴ പെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ മഴ ലഭിക്കാതിരിക്കുന്നതും ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം മനസ്സിലായി അല്ലേ. കാരണം കേരളം തമിഴ്നാടും ഒരു പർവ്വതനിരയുടെ അപ്പുറവും ഇപ്പുറവുമാണ് ഉള്ളത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ള കേരളത്തിന് നല്ല മഴ ലഭിക്കുകയും അപ്പുറത്തെ സൈഡിലുള്ള തമിഴ്നാട്ടിൽ മഴ കുറയുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. When moisture laden winds blow parallel to the mountains range, wind passes without a precipitation because there are no barriers to obstruct. എന്താണ്? എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ നല്ല മഴ ലഭിക്കുകയും അപ്പുറത്തെ ഭാഗത്ത് മഴ പെയ്യാതെ കടന്നു പോവുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഡെസേർട്ടിഫിക്കേഷൻ ഓഫ് ദ റീജിയൻ കോംപ്രൈസിംഗ് ആരവല്ലി റേഞ്ച് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ ആരവല്ലി മരനിലകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏരിയാസ് ഇൻ ക്ലോസ് proximity to ocean experience humid rains and areas for away from the ocean experience a relatively dry climate. അഥവാ
സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വളരെ ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന എന്തായിരിക്കും, ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ്. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഡു ദീസ് റീജിയൻ ഡിഫറൻസ് ഇൻ ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ക്രിയേറ്റ് എനി ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഇത്തരത്തിലുള്ള ഫിസിയോഗ്രഫിയിൽ ഉണ്ടാവുന്ന മാറ്റവും കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടല്ലേ, തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഡ്രസ്സ് എല്ലാം ക്ലൈമറ്റ് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഫിസിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. ദെൻ Are the food habits of the people of the North and South India the same? നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും പീപ്പിൾസ് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. ഈസ് ദ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ ഓഫ് കാശ്മീർ അറ്റ് ദ സെയിം ദാറ്റ് പാർട്ട് ഓഫ് ദ തമിഴ്നാടു? തമിഴ്നാട്ടിലെയും കാശ്മീരിലെയും ജനങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല, രണ്ടും ഡിഫറൻസ് ഉള്ളതാണ്. ആർ ദ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഇൻ ദ സെയിം? അഥവാ നോർത്ത് ഇന്ത്യയിലെയും വെസ്റ്റേൺ ഗാർഡ്സിലെയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെയും ഒരേ ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? അല്ല, രണ്ടും രണ്ട് തരത്തിലുള്ളതാണല്ലേ. അഥവാ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടും നമ്മുടെ ഫിസിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ചും നമ്മുടെ എല്ലാത്തിലും ചേഞ്ചസ് വരുത്താറുണ്ട്. ഇവിടെ നോക്കൂ, ഇത് കാർഡമം കൾട്ടിവേഷൻ ആണ്, ഒന്ന് വീൽഡ് ഫീൽഡാണ്. വീൽഡ് ഫീൽഡാണ് നമ്മൾ നോർമലി നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ കാണാറുള്ളത്. പക്ഷേ ഈ ഒരു കാർഡമം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏലക്ക കൃഷിയൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ദെൻ The agriculture, food, housing, clothing, rituals, celebrations, etc. of the people in each area since accordance with the physiography and climate of that region. ഓരോ പ്രദേശത്തിലെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവക്കനുസരിച്ചിട്ടാണ് അവിടങ്ങളുടെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആചാരം, ആഘോഷങ്ങൾ എന്നിവയൊക്കെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അവിടുത്തെ ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ തണുപ്പ് പ്രദേശത്ത് പോയിട്ട് നമുക്ക് ചൂടുള്ള പ്രദേശത്ത് കാണിക്കുന്ന പോലെ വസ്ത്രം ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡി അതിനൊന്നും ഇതാവില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ സമ്മറിലിടുന്ന ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് പറ്റുമോ? ഇല്ല, നമ്മുടെ ബോഡിക്ക് അത് വളരെയധികം കൂളായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രദേശത്തിലെയും ക്ലൈമറ്റ് അനുസരിച്ചിട്ടും അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടുമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ആസ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ദ ഫ്ലക്ച്വേഷൻസ് ഇൻ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾ ലിവ്സ്. അഥവാ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഭൂരിപക്ഷം ജനങ്ങൾ എന്താണ്, കൃഷി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ മഴയിലുണ്ടാകുന്ന ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റക്കുറച്ചിലുകൾ അവിടുത്തെ ജനജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. While extensive cultivation is practiced in heavy rainfall areas, many regions are yet rendered unfit for cultivation due to water scarcity. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചില പ്രദേശത്ത് നല്ല മഴ ലഭിക്കും, ചില പ്രദേശത്ത് തീരെ മഴ ലഭിക്കില്ല. അപ്പോൾ അവിടെ എന്താണ്, തീരെ മഴ ലഭിക്കാത്ത പ്രദേശത്ത് കൾട്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, വാട്ടർ സ്കേഴ്സിറ്റി, ജലം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് മാറും. ക്രോപ്സ് ഗ്രോൺ ഓൾസോ വെരി അക്കോർഡിംഗ് ടു ഫ്ലക്ച്വേഷൻ ഇൻ റെയിൻഫോൾ. റൈസ് ഇസ് ദ മേജർ cereal crop in region which heavy rainfall, while wheat in the region this way moderate rainfall. അഥവാ നല്ല മഴ ലഭിക്കുന്ന പ്രദേശത്താണ് നമ്മൾ ഈ ഒരു നെല്ലൊക്കെ കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഒരു ചില സമയത്ത് മഴ ലഭിക്കും, എന്നാൽ വല്ലാതെ മഴ ലഭിക്കില്ല എന്നുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വീറ്റൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അഥവാ അക്കോർഡിംഗ് ടു ദ physiographic condition we have to do the cultivation and everything. Pulses and coarse grains are grown in the region with low rainfall. അതുപോലെ തന്നെ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ നമ്മൾ ഈ പയറ് വർഗ്ഗങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ ഇതൊക്കെ കൃഷി ചെയ്ത് പോരുന്നതായിട്ടും കാണാം. അഥവാ ഓരോ സ്ഥലങ്ങളിലെയും ഇതനുസരിച്ച് മഴക്കനുസരിച്ചിട്ടാണ് അവിടുത്തെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ടേബിൾ ഗിവൺ ബിലോ, താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണുള്ളത്? ക്രോപ്പ്, വാട്ടർ റിക്വയർമെൻറ്റ്, സോയിങ് മന്ത്, ഹാർവസ്റ്റ് മന്ത്. അഥവാ ഓരോ ക്രോപ്പിൻ്റെയും അതിന് എത്ര വാട്ടർ റിക്വയർമെൻറ്റ്, എത്ര വാട്ടർ ആവശ്യമായിട്ടുണ്ട്, അതിൻ്റെ വിത്ത് വിതക്കുന്ന മാസം ഏതാണ്, വിളവെടുക്കുന്ന മാസം ഏതാണെന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വണ് റൈസ് ആണ്. അബണ്ടൻറ്റ് വാട്ടർ ഈസ് നീഡഡ്. എന്താണ്? ധാരാളം ജലം ആവശ്യമാണ്. അതെന്താണ്? അത് ജൂണിലാണ് അത് സോവ് ചെയ്യുന്നത്. അതിൻ്റെ ഹാർവസ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. ഇനി അടുത്തത് വീറ്റ് ആണ്. വീറ്റ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ്. എന്താണ്? മിതമായ ആവശ്യത്തിലുള്ള അളവിലുള്ള വെള്ളമൊക്കെ മതി, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല.
അത് ഒക്ടോബറിൽ വിത്ത് വിതയ്ക്കുകയും മാർച്ചിൽ അത് വിളവെടുക്കുകയും ചെയ്യുന്നു. ഇനി വാട്ടർമെലൺ ആണ്. വാട്ടർമെലൺ ഇറിഗേഷൻ ഈസ് നീഡഡ് ഇൻ ഏരിയാസ് വിത്ത് സ്പാർസ് റെയിൻഫോൾ. അഥവാ അത്ര വല്ലാതെ മഴ ഒന്നും ലഭിക്കാത്ത പ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഇറിഗേഷൻ ആവശ്യമാണ്. അത് ഏപ്രിലിൽ വിത്ത് വിതയ്ക്കുകയും ജൂണിൽ വിളവെടുക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രോപ്സ് ആർ ഗ്രൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓരോ ഡിഫറെൻറ്റ് സീസണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതും അതിൻ്റെ വിളവെടുക്കുന്നതും എന്ന് മനസ്സിലായി. ദർ ആർ ഡിഫൈൻഡ് സീസൺസ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ഈച്ച് ക്രോപ്പ്. ഓരോ ക്രോപ്പിനും അതിൻ്റേതായ രീതിയിലുള്ള വിത്ത് വിതക്കുന്നതും ഹാർവെസ്റ്റ് എടുക്കുന്നതുമായ സമയങ്ങളുണ്ട്, സീസൺസ് ഉണ്ട്. ദീസ് സീസൺസ് ആർ നോൺ ആസ് ക്രോപ്പിംഗ് സീസൺ. ഇതിനെയാണ് നമ്മൾ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. ദർ ആർ 3 ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ക്രോപ്പിംഗ് സീസൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഖാരിഫ്, റാബി, സെയ്ദ്. ഈ 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് നമുക്കുള്ളത്. During Kharif season that coincide with the southwest monsoon, crops that required high temperature and abundant water like paddy, cotton, jute, jowar, bajra and tur are cultivated. അഥവാ നമ്മുടെ മൺസൂണിനനുസരിച്ചിട്ടുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് എങ്ങനെയായിരിക്കും, പ്രധാനമായിട്ടും ജലവും ഊഷ്മാവും ആവശ്യമായിട്ടുള്ള കൃഷികളാണ് ചെയ്യേണ്ടത്. അഥവാ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തൂവര തുടങ്ങിയ കൃഷികളാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ദ റാബി സീസൺ വിച്ച് ബിഗിൻസ് വിത്ത് ദ വൺസെറ്റ് ഓഫ് വിൻ്റർ ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ഒക്ടോബർ നവംബർ ഈസ് ദ സീസൺ ഫോർ കൾട്ടിവേഷൻ ഓഫ് വീറ്റ്, pulses, mustard, etc. that required only moderate temperature and water. The rabi season ends in February. ഇനി റാബി സീസൺ എന്ന് പറയുന്നത് വിൻ്ററിലാണ്. ഏതൊക്കെയാണ്? ഒക്ടോബർ നവംബർ മന്തിലാണ്. ഇവിടെ പ്രധാനമായിട്ടും വീറ്റ്, പൾസസ്, മസ്റ്റാർഡ് ഇതൊക്കെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതുമാത്രമല്ല ഈ സീസൺ എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഇനി അടുത്തത് സെയ്ദ് ഈസ് ദ ഷോർട്ട് സമ്മർ ക്രോപ്പിംഗ് സീസൺ ദാറ്റ് ബിഗിൻസ് ആഫ്റ്റർ റാബി ഹാർവെസ്റ്റ്. റാബി ഹാർവെസ്റ്റിന് ശേഷമാണ് സെയ്ദ് വരുന്നത്. ഇതെന്ന് പറയുന്നത് സമ്മർ ക്രോപ്പിംഗ് സീസൺ ആണ്. ഡ്യൂറിങ് ദിസ് സീസൺ വാട്ടർമെലൺ, ക്യൂക്കംബർ, vegetables, fodder crops, etc. are grown in areas where irrigation is available. Although there are 3 agriculture seasons in India, regional variation are evident. അഥവാ ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള ക്രോപ്സാണ് ഉണ്ടാക്കാറുള്ളത്. പ്രധാനമായിട്ടും വാട്ടർമെലൺ, ക്യൂക്കംബർ, വെജിറ്റബിൾസ്, ഫോഡർ ക്രോപ്സ് ഇതൊക്കെയാണ് നമ്മൾ വളർത്താറുള്ളത്. അത് മാത്രമല്ല ഇതാണ് 3 അഗ്രികൾച്ചർ സീസൺസ് എന്ന് പറയുന്നത്. പക്ഷേ റീജിയണൽ വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഇതിൽ ചില വേരിയൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അഥവാ ഫുള്ളായിട്ട് ഇത് ഈ സമയത്താണ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാന്ന് പറയില്ല, ചില സ്ഥലങ്ങൾക്കനുസരിച്ച് മാറ്റം സംഭവിക്കാറുണ്ടെന്ന് പറയുന്നു. Then let's us see how to classify the major crops grown in India. ഇനി എന്താണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, ഏതൊക്കെയാണ് മേജർ ക്രോപ്സ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന മേജർ ക്രോപ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫുഡ് ക്രോപ്സ് ആണ്. ഫുഡ് ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2, രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സീരിയൽസ് ആൻഡ് പൾസസ്. സീരിയൽസും പൾസസുമായിട്ടാണ് തിരിക്കുന്നത്. ഇൻ ഇന്ത്യ ഫൈൻ സീരിയൽസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ്, കോഴ്സ് സീരിയൽസ് സച്ച് ആസ് ബജ്ര, മെയ്സ് ആൻഡ് റാഗി ആർ ഗ്രോൺ. എന്താണ് മെയിൻ ആയിട്ടുള്ള സീരിയൽസ് എന്ന് പറയുന്നത് റൈസും വീറ്റുമാണ്. അതിനുശേഷമുള്ളതാണ് ബജ്ര, ചോളം, രാഗി തുടങ്ങിയവയൊക്കെ. ഓക്കെ, അപ്പോൾ വീറ്റിൻ്റെയും ഗ്രാമിൻ്റെയും പിക്ചർ തന്നിട്ടുണ്ട്. ഗ്രാം ആൻഡ് ടൂട്ടൽ ആർ ദ മേജർ പേഴ്സസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പയറും തൂവരയുമാണ് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ ഏതൊക്കെയാണ്? ദ ക്രോപ്സ് ദാറ്റ് ആർ ഗ്രോൺ commercially on a large scale are called cash crops. These include sugar cane, tobacco, cotton, jute and oil seeds. എന്താണ് പ്രധാനമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുള്ളതാണ്, ഈ ഒരു കൊമേഴ്ഷ്യൽ ബേസിലുള്ളതാണ് ഈ ഒരു ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതിലുള്ളത് ഷുഗർ കെയിന്, അതുപോലെ തന്നെ പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ തുടങ്ങിയവയാണ്. ഇനി അടുത്തത് ഫൈബർ ക്രോപ്സ് ആണ്. കോട്ടൺ ആൻഡ് ജൂട്ട് ആർ മേജർ ഫൈബർ ക്രോപ്സ് ഇൻ ഇന്ത്യ. എന്താണ് പരുത്തിയും ചണയുമാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ഫൈബർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഫൈബർ ക്രോപ്സ് പ്രൊവൈഡ് അസ് വിത്ത് ദ ഫൈബർ വി നീഡ് ടു മേക്ക് മെനി തിങ്സ് ലൈക്ക് ഫാബ്രിക്സ്, ബാഗ്സ് ആൻഡ് സ്നാക്സ്. എന്താണ് ഈ ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ ഉണ്ടാക്കാനും നിർമ്മിക്കാനും ആവശ്യമായിട്ടുള്ള നാരുകളാണ് ഈ ഒരു ഫൈബർ ക്രോപ്സിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ ഓയിൽ സീഡ്സ് ആണ്. ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് നട്ട്,
റെപ്സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. ഇതിൽ എന്തൊക്കെയാണുള്ളത്? നിലക്കടല, കടുക് വർണ്ണങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ദീസ് അതർ ക്രോപ്സ് സച്ച് ആസ് ടീ, കോഫി, റബ്ബർ, സ്പൈസസ് ആൻഡ് ട്യൂബേഴ്സ് ആർ ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എമംഗ് ദീസ് മെനി ആർ കൾട്ടിവേറ്റഡ് ആസ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഇതിൽ പലതും എന്താണ്? പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. നൗ യു നോ അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോപ്സ് ആർ ഓൾ ദീസ് കൾട്ടിവേറ്റഡ് ഇൻ ദ സെയിം വേ. എന്താണ്? വിവിധ തരം വിളകളെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇവയെല്ലാം കൃഷി ചെയ്യുന്നത് ഒരേ രീതിയിലാണോ? അല്ല, പല രീതിയിലാണ് കൃഷി ചെയ്യാറുള്ളത്. In different parts of the world, there exist various type of farming practices based on physiography, soil fertility, climate, water availability, density of population. എന്താണ്? നമുക്കറിയാം, വേൾഡിലെ തന്നെ, ലോകത്തിലെ തന്നെ ഓരോ ഭാഗത്തും ഫാമിംഗ് നടത്തുന്നത് അവിടുത്തെ ഫിസിയോഗ്രഫി ബേസ് ചെയ്തിട്ട്, സോയിൽ ഫെർട്ടിലിറ്റി നോക്കിയിട്ട്, ക്ലൈമറ്റ്, വാട്ടർ അവൈലബിലിറ്റി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഓരോ ഫാമിങ്ങും നടത്തുന്നത്. എക്സ്റ്റെൻഡ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, വാല്യൂ ഓഫ് ക്രോപ്സ്, അവൈലബിലിറ്റി, ടെക്നോളജി, എക്സെട്ര. അതുമാത്രമല്ല, അഗ്രികൾച്ചർ ലാൻഡിൻ്റെ അവൈലബിലിറ്റി എത്രയുണ്ട്, വാല്യൂ ഓഫ് ദ ക്രോപ്സ് എത്രയാണ്, അവിടുത്തെ ടെക്നോളജീസിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കാറുണ്ട്. ദീസ് ഇൻക്ലൂഡ് പ്രിമിറ്റീവ് സബ്സ്റ്റൻസസ് അഗ്രികൾച്ചർ, ഇൻറ്റൻസീവ് സബ്സ്റ്റൻസസ് അഗ്രികൾച്ചർ, മിക്സഡ് ഫാമിംഗ്, എക്സ്റ്റെൻസീവ് കൊമേഴ്ഷ്യൽ ഗെയിൻ കൾട്ടിവേഷൻ, ഡെയറി ഫാമിംഗ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ. ഇതൊക്കെയാണ്. അഥവാ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരുപാട് കൃഷി രീതികൾ നമ്മൾ പഠിച്ചു. ഇത് കൂടാതെ തന്നെ ഇന്ന് വിവിധ തരത്തിലുള്ള ഉപജീവന കൃഷികളുണ്ട്. തീവ്ര ഉപജീവന കൃഷികൾ, മിശ്ര കൃഷികൾ, അതുപോലെ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷികൾ, ക്ഷീരകൃഷികൾ, തോട്ടകൃഷികൾ, പുഷ്പഫല കൃഷികൾ, ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ വി ഷാൾ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തമായിട്ട് നമ്മൾ നോക്കി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ആക്ടിവിറ്റീസും നോക്കി. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അതുപോലെ തന്നെ ഇതിലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.